ഹായ് മൈ ബ്യൂട്ടിഫുൾസ്, നിങ്ങളുടെ ധാവണീസ് എങ്ങനെ വെറൈറ്റി ആയിട്ട് 4 സ്റ്റൈലിൽ ഡ്രേപ്പ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കസവിൻ്റെ ധാവണിയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ കളേഴ്സിൻ്റെ ധാവണിയാണെന്നുണ്ടെങ്കിൽ അതും ഡ്രേപ്പ് ചെയ്യുന്ന സ്റ്റൈൽസ് ആയിരിക്കും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വെച്ച് പറഞ്ഞ് ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ കൂടുതലും സ്റ്റൈലിംഗ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ ടാളാണെങ്കിലും സ്കിന്നി ആണെങ്കിലും ഷോർട്ടാണ്, ചബ്ബിയാണ്, സ്കിന്നിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് നിങ്ങളുടെ കോംപ്ലക്സ് മാറ്റാനുള്ള, നിങ്ങളെ കൂടുതൽ സ്റ്റൈലാക്കുന്ന കിഡിലൻ സ്റ്റൈലിംഗ് വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിനകത്ത് DM ചെയ്താലും മതി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും, സ്റ്റൈലിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ മറക്കാതിട്ട് ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടെ താഴെ കൊടുത്തേക്കാം. ആൻഡ് അതുപോലെ താഴെ സൈഡിൽ എഴുതിയും കൂടെ കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ അവിടെയും കൂടെ എന്നെ ഒന്ന് ഫോളോ ചെയ്തു ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെർട്ടിക്കലി ആയിരിക്കും. ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ധാവണി ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ആ ഒരു സ്പേസ് ഇല്ല. അപ്പം ഞാൻ വെർട്ടിക്കലി വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു പ്രോബ്ലം, വെർട്ടിക്കലി കാണുന്നതിൻ്റെ ആ ഒരു പ്രോബ്ലം ദയവേത് ക്ഷമിക്കണം. അപ്പം നമുക്ക് വീഡിയോ ഞാൻ ഫസ്റ്റ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ തന്നെ ധാവണി ഇതേപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഡ്രേപ്പ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫസ്റ്റ് വേണമെന്നാൽ ഇതേപോലത്തെ സിംഗിൾ സൈഡ് മോഡലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹിപ്പ് ചെയിൻ വളരെ അത്യാവശ്യമാണ്. അതായത് നിങ്ങളുടെ ഹിപ്പ് ചെയിൻ ബാക്കിലേക്കുള്ള പ്ലീറ്റ്സും ഫ്രണ്ടിലേക്കായിട്ടേക്കുന്ന പ്ലീറ്റ്സും കൂടെ ചേർത്ത് വേണം ഹിപ്പ് ചെയിൻ ചെയ്യാനായിട്ട്. ഒരു ആൻറ്റിക്കിൻ്റെ സിമ്പിൾ ഹിപ്പ് ചെയിൻസ് യൂസ് ചെയ്യുന്നതാണ് കൂടുതലും ഭംഗി. ആൻഡ് സെയിം വൺ സൈഡ് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പ്ലീറ്റ് ഇനി ഇടണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം ധാവണിക്ക് ആ ഒരു ഓപ്പൺ പ്ലീറ്റ് ചേരത്തില്ല. ആൻഡ് ഇനി നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങളുടെ എൽബോ പോർഷനിൽ പ്ലീറ്റ്സ് എടുത്ത് പിൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കേർട്ട് ഡിഫൈൻ ചെയ്യത്തില്ല, ആ ഒരു ദുപ്പട്ടയിൽ ഫുൾ നിങ്ങളുടെ സ്കേർട്ട് കവറായി പോകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലത്തെ പ്ലീറ്റ് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഹാൻഡിലൂടെ ഇതേപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സ്റ്റൈലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതും വളരെ ഭംഗിയായിരിക്കും. ആൻഡ് ഹിപ്പ് ചെയിനൊപ്പം ഫ്രണ്ടിലത്തെ ആ ഒരു പ്ലീറ്റിന് മാത്രം കൊടുത്താൽ മതിയാകും. ദെൻ നമുക്ക് സെക്കൻഡ് നമ്മുടെ സ്റ്റൈലിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ്. ആദ്യമേ നിങ്ങളുടെ ഷോൾഡറിൽ പിൻ ചെയ്ത് വെക്കുക. ദെൻ നിങ്ങളുടെ ആ ഒരു ബ്ലൗസിന്റെ താഴെയായിട്ട് നേരെ സ്ട്രെയിറ്റ് കൊണ്ടുവന്നിട്ട് പിൻ ചെയ്തതിന് ശേഷം താഴേക്ക് കിടക്കുന്ന ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷനിൽ നിന്നും ഇതേപോലെ സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ആ ഒരു ഹിപ്പ് പോർഷനിൽ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഇതേപോലെ മടക്കി വെക്കാവുന്നതാണ്. ബട്ട് നിങ്ങൾ ഇതേപോലെ സെറ്റ് സാരി കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ അതേപോലത്തെ ഒരു ഹാഫ് സാരി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മടക്കി വെക്കുന്നത് നല്ലതായിരിക്കും, ആ ഒരു ബോർഡർ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബോർഡറിലെ ആ ഒരു കസവ് നന്നായിട്ട് എടുത്തറിയുന്നതായിരിക്കും. അതല്ല സാധാരണ ധാവണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ആൻഡ് ഈ ഒരു സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെയും നിങ്ങൾ ഹിപ്പ് ചെയിൻ യൂസ് ചെയ്യണം, എന്നാലേ ഇതിൻ്റെ ഒരു ഭംഗി എടുത്തറിയാനായിട്ട് പറ്റൂ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമുക്കിനി നമ്മുടെ തേർഡ് സ്റ്റൈലിലേക്ക് പോകാം. തേർഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതേപോലെ സാധാരണ നമ്മൾ നോർമൽ ധാവണി ഡ്രേപ്പിംഗ് ചെയ്യുന്നത് തന്നെ, പക്ഷെ കുറച്ച് ലൂസായിട്ട് ഡ്രേപ്പ് ചെയ്യുന്നതാണ്. സ്ലിമ്മി ഗേൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിന്നി ഗേൾസിനൊക്കെ ഇത് ചേരുന്ന ഒരെണ്ണമാണ്. കാരണം നിങ്ങൾക്ക് കുറച്ച് ബൾക്കിനെസ് തോന്നാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഈ ഒരു സ്റ്റൈലിന് നിങ്ങൾക്ക് ഒരിക്കലും ഹിപ്പ് ചെയിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ തന്നെ പ്ലീറ്റ് എടുത്ത് ചെറുതായിട്ട് ലൂസായിട്ട് താഴേക്ക് ഇറക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. സോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫോർത്ത് സ്റ്റൈലാണ്. ഇതെന്ന് പറയുന്നത് സിംഗിൾ സൈഡ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ്, പല്ലു പ്ലീറ്റ്സ് ജസ്റ്റ് വിടർത്തിയൊക്കെ കറക്റ്റ് നിങ്ങളുടെ ബോഡിയുടെ ആ ഒരു ചെസ്റ്റ് പോർഷൻ്റെ സെൻറ്റർ പോർഷൻ വരെ മാത്രം വിടർത്തി വെച്ചിട്ട് ജസ്റ്റ് ഓരോ പ്ലീറ്റ്സിനും പിന്നെ ഊത്തി കൊടുക്കാവുന്നതാണ്. ആൻഡ് നമ്മൾ നേരത്തെ പ്ലീറ്റ്സ് അയൺ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, താഴെ വരെ ആ ഒരു ഒറ്റ ഫ്ലോയിൽ അത് കിടന്നോളും, വൃത്തികേടായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തൊന്നുമില്ല. ദെൻ അതിലൂടെ ഹിപ്പ് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മാത്രമല്ല നിങ്ങളുടെ ഡ്രേപ്പിംഗ് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പം ഹാപ്പി ആണം, ബൈ.